ഹായ് ഹലോ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ പപ്പടം വെച്ച് ഞാനൊരു ബജി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായത് അരിപ്പൊടി, മൈദമാവ്, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, സോഡാപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി. ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് കലക്കി കൊണ്ടുവരാം. കൂട്ടുകാരെ, ഞാൻ നന്നായിട്ട് കലക്കിയിട്ടുണ്ട്, കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് പപ്പട ബജി ഉണ്ടാക്കാം. ഗ്യാസ് കത്തിക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് പപ്പട ബജിക്ക് ആവശ്യമായത് അരിപ്പൊടി, മൈദമാവ്, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, സോഡാപ്പൊടി, ശകല ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി കലക്കി റെഡിയാക്കി എടുത്ത്, ഒരുപാട് ലൂസാകരുത്, ഒരുപാട് കട്ടിയും ആകരുത്, ആ രീതിക്ക് കലക്കി നന്നായി റെഡിയായി എടുത്തതിന് ശേഷം നമുക്ക് ഈ പപ്പടം അതിലേക്ക് മുക്കി നമുക്ക് ബജി ഉണ്ടാക്കാം. ഹലോ കൂട്ടുകാരെ, എല്ലാവരും വായോ, നമുക്ക് പപ്പട ബജി ഉണ്ടാക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് പപ്പടം മുക്കിയെടുക്കാം. നമ്മുടെ പപ്പട ബജി റെഡി ആയിട്ടുണ്ട്, നന്നായി പൊള്ളിയിട്ടുണ്ട്. നമുക്കതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ രണ്ടെണ്ണം വെച്ച് ഇടാൻ പറ്റുന്നുള്ളൂ. ഹലോ കൂട്ടുകാരെ, എൻ്റെ പപ്പട ബജി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ചേരുവകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കാം, രുചിച്ച് നോക്കാം. എല്ലാവരും വായോ. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ടൊമാറ്റോ സോസും തക്കാളി ചട്നിയാണ്. എല്ലാവരും കണ്ടല്ലോ. നമുക്കിത് കഴിക്കാം. എല്ലാവരും വായോ. 4 മണി പലഹാരമാണ്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണ്. തക്കാളി ചട്നിയും പപ്പട ബജിയും കൊള്ളാം. അതുപോലെ ടൊമാറ്റോ സോസും രണ്ടും ഒന്നിനൊന്നും മിച്ചം അടിപൊളി സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക. ബാ.